CPM-കാർ കള്ളം ചെയ്താൽ ദിവ്യന്മാരും, ബാക്കി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ ഏതെങ്കിലും ചെറിയ തേങ്ങാമോഷണം നടത്തിയാൽ അവർ മഹാ അപരാധികളുമാണെന്ന രീതിയിലാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയിൽ നടന്ന മോഷണം എന്ന് പറയുന്ന തീവ്രത കുറഞ്ഞൊരു മോഷണമാണ്. തീവ്രത എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ബലാത്സംഗത്തിനും സ്ത്രീപീഡനത്തിനും ഒക്കെ തീവ്രത അളക്കുന്ന യന്ത്രമുള്ള ഒരു പ്രസ്ഥാനത്തിന് പറയുന്ന പേരാണ് CPM. അതുപോലെ തന്നെ അവരുടെ കണ്ണില് കോടാനുകോടി രൂപയുടെ മോഷണങ്ങളെയൊക്കെ തന്നെ തീവ്രത കൂടിയ മോഷണമായിട്ട് കരുതത്തുള്ളൂ അവര്. ഇത് 34 കോടി രൂപയുടെ മോഷണമായതുകൊണ്ട് തീവ്രത കുറഞ്ഞ മോഷണമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാളായിട്ട് ഇദ്ദേഹമൊക്കെ ഇതിനകത്ത് കുറ്റാരോപിതരാണെന്ന് കണ്ട സാഹചര്യത്തിൽ ഇന്ന് പോലും അദ്ദേഹത്തിനെ തള്ളിപ്പറയാൻ CPM എന്ന് പറയുന്ന കാപട്യമുഖമുള്ള പാർട്ടിക്കാർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ആ പാർട്ടിയുടെ അധപ്പതനം തുടങ്ങുന്നത്. ആ പാർട്ടിയെ സംബന്ധിച്ച് ഇനി അധപ്പതിക്കാനൊന്നുമില്ല. ഈ ഭൂമിയുടെ താഴേക്ക് അവർ താന്നു പോയി എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഇവർ വിശ്വാസി സമൂഹത്തിനെ കാലാകാലങ്ങളായി എന്തൊക്കെ പറഞ്ഞാണ് പറ്റിക്കുന്നതെന്നും ആ വിശ്വാസി സമൂഹം കാണിക്കയായി കൊടുത്ത നിസ്സാര നാണയത്തുട്ടുകൾ മോഷ്ടിക്കാൻ പോലും യാതൊരു മടിയുമില്ല എന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM.